എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി നോക്കി അതിനുള്ള കാര്യങ്ങൾ പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി അച്ഛന്മാർ അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വിവാഹപരമായ തടസ്സം ഒരു ഭയങ്കരം തന്നെയാണ്. 100-ൽ ഒരു 80% വിവാഹം മുടക്കുന്നത് ജ്യോതിഷന്മാരാണ്. അത് എടുത്തു പറയേണ്ട കാര്യം. ചെറുക്കനെയും പെണ്ണിനെയും പരസ്പരം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട്. ഇതും കൊണ്ട് നമ്മൾ ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോൾ ജ്യോതിഷം പറയും ഇത് നാളെ ചേരത്തില്ല, 10-ൽ 5 പൊരുത്തോളൂ കേട്ടോ, അതുകൊണ്ട് നമുക്കിത് വേണ്ടെന്ന് പറയാം. പക്ഷേ ചെറുക്കനെയും പെണ്ണിനെയും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ജ്യോത്സ്യന്മാരാണ്, അവർ ചെറിയ ഒരു ദോഷമാണെങ്കിൽ പോലും അത് നടത്താതെ അതിനെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ, ഈ ദോഷമൊന്നും ഇല്ലാത്തതല്ല, ദോഷമുള്ളതാണ്. ഏതൊരു ദോഷമാണെങ്കിലും അതിൻ്റെ രീതിക്കായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ 7-ൽ ചൊവ്വ നിൽക്കുന്നതെന്ന് വിചാരിക്കുക, ചൊവ്വാദോഷമുണ്ട്. നമ്മൾ സാധാരണ ചൊവ്വാദോഷം ഉള്ള പരിഹാരം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇഷ്ടംപോലെ ചൊവ്വാദോഷമുള്ള ആൾക്കാരുടെ കല്യാണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ആദ്യം കിട്ടിയ താലി ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം കെട്ടിയ താലി, അപ്പം ആദ്യമായിട്ട് നമ്മൾ താലി കിട്ടുമ്പോൾ വഴിപാട് താലിയാണ്. ഈ വഴിപാട് താലി മേടിച്ചിട്ട്, അതായത് നമ്മുടെ തൂക്കം കുറഞ്ഞ താലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ താലി എന്ത് ചെയ്യണം, നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് 41 ദിവസത്തിനകം എന്ത് ചെയ്യും, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഈ താലി ഊരി പെൺകുട്ടി തന്നെ നടക്കി വെക്കുക 6 പ്രദക്ഷിണം വെച്ചതിന് ശേഷം. അത് കഴിഞ്ഞ് യഥാർത്ഥമായിട്ടുള്ള താലി മാലയിൽ കോർത്ത് സുബ്രഹ്മണ്യൻ്റെ അടുത്ത് പൂജിച്ച് ആ താലി പെൺകുട്ടി തന്നെ സ്വന്തമായിട്ട് ഇടുകയാണ്. അപ്പം ചൊവ്വയുടെ ദോഷം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് എത്രത്തോളമാണ് ഈശ്വരനെ വിശ്വസിക്കുന്നത് അത്രത്തോളം നമ്മുടെ ദോഷങ്ങൾക്ക് കുറവ് കിട്ടും. ഇപ്പോൾ ഭയങ്കരമായ ഒരു മഴ പെയ്യുന്നു, ആ മഴയുള്ള സമയത്ത് നമ്മൾ കുട പിടിച്ചു പോവുക. എങ്ങനെ വന്നാലും നമ്മൾ കുടയും കൊണ്ട് പോയാലും മഴ നനയും, എന്നാൽ ഒരുവിധമൊക്കെ രക്ഷപ്പെടും. അതേപോലെയാണ് ഈ ദൈവാനുഗ്രഹമുള്ളവർക്ക് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുമെന്ന് പറയുന്നത്. ചിലവരുടെ ജാതകത്തിൽ പറയാറുണ്ട് ഇന്ന കാര്യങ്ങൾ നടക്കും, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ദോഷ സമയം കൂടെ അനുഭവിക്കേണ്ട അവസ്ഥകൾ വരും, പക്ഷേ ദൈവാനുഗ്രഹമുള്ളവർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും അനുഭവിക്കേണ്ട വരത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ചൊവ്വാദോഷത്തിനുള്ള പരിഹാരം. ആ താലി എന്ത് ചെയ്ത് അപ്പോൾ പൂജിച്ച് പെൺകുട്ടി തന്നെ എടുത്ത് ഇവർക്ക് രണ്ടുപേർക്കും സുബ്രഹ്മണ്യൻ്റെ യന്ത്രം ധരിക്കാം. അപ്പം എന്ത് പറ്റി, ഈ ചൊവ്വ, അതായത് പാപകാരകനായ ചൊവ്വയുടെ ദോഷം മാറി. അപ്പോൾ ചൊവ്വ ദോഷം ഉണ്ടെങ്കിൽ 2 വിവാഹം എന്നാണ് പറയുന്നത്. ഈ 2 വിവാഹം നടന്നല്ലോ. ആദ്യം കിട്ടിയ താലി നമ്മൾ ഭഗവാൻ ആ ദോഷം ആവാഹനം ചെയ്ത് കൊടുത്ത്, അതായത് ഭഗവാനെ പെൺകുട്ടി തന്നെ വെച്ച്. രണ്ടാമത്തെ താലി മേടിച്ച് ഭഗവാന്റെ നടയിൽ വെച്ച് തന്നെ പൂജിച്ച് പെൺകുട്ടി തന്നെ ഇട്ട്. അപ്പോൾ ആ ഒരു ദോഷം മാറി, ഇനി അങ്ങോട്ട് പേടിക്കണ്ട. പിന്നെ എത്ര വലിയ 10-ൽ 10 പൊരുത്തമാണെങ്കിലും മനുഷ്യർ സഹജം, അതായത് ദാമ്പത്യ ജീവിതത്തിൽ അങ്ങോട്ടും ഇണക്കങ്ങളൊക്കെ ഉണ്ടാകുക. അത് ദോഷവും കൊണ്ടെന്ന് വിചാരിച്ച് ആരും ശരിയാകണ്ട. പണ്ട് അമൃത TV-യിൽ കഥയില്ല എന്നൊരു ജീവിതം ഉണ്ടായിരുന്നു. 9:30 വിധുബാല അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. അതിനകത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, പരസ്പരം, അതായത് അറേഞ്ച് മാരേജ് ചെയ്ത ആൾക്കാർ 10-ൽ 10 പൊരുത്തമായ ആൾക്കാരൊക്കെയാണ് വന്ന് വഴക്കിട്ടിട്ടൊക്കെ പോകുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു മെസ്സേജ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട ചെറുക്കനും പെണ്ണുമാണെങ്കിൽ, കുടുംബക്കാർ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വിവാഹം നടത്തണം. ജ്യോത്സ്യൻ്റെ വാക്ക് കേട്ട് നല്ല ആലോചന മാറിക്കളയരുത്. അഥവാ ഏതെങ്കിലും വിധത്തിൽ പാപദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തി ആ വിവാഹം നടത്താവുന്നതാണ്. യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിയൊക്കെ നമ്മുടെ വിശ്വാസവും ദൈവാനുഗ്രഹമൊക്കെ നടക്കും. അപ്പോൾ അച്ഛന്മാർ കുടുംബക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം പറയാം. ഇപ്പം അച്ഛൻ്റെ കുടുംബക്ഷേത്രം, അച്ഛനൊക്കെ ദൂരെയാണെങ്കിൽ, ഗൾഫിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യം അമ്മമാർക്ക് പോയി ചെയ്യാവുന്നതാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യണം, മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി കുടുംബക്ഷേത്രത്തിലിരിക്കുന്ന ഏത് ദേവതയാണോ ആ ദേവതയ്ക്ക് ഒരു വിവാഹമാല ഒരെണ്ണം മതി. ഒരു വിവാഹമാലയും എന്ത് ചെയ്യണം, മക്കൾ ആരെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ അവരുടെ തലക്കൊഴിഞ്ഞ് ഒരു ആൾരൂപം, ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ ആൾരൂപം തലക്കൊഴിഞ്ഞ് മേടിക്കുക, ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ ആൾരൂപം തലക്കൊഴിഞ്ഞ് മേടിക്കുക പുരുഷൻ്റെ. അതുകൂടാതെ പെൺകുട്ടിയാണെങ്കിൽ പുരുഷൻ്റെ രൂപവും കൂടെ എക്സ്ട്രാ ഒന്ന് വെച്ചേക്കണം. ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ സ്ത്രീയുടെ രൂപവും കൂടെ എക്സ്ട്രാ മേടിച്ച് വെക്കണം. 2 സ്ത്രീയുടെയും പുരുഷൻ്റെ രൂപം. മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയി ദേവതയ്ക്ക് ഒരു പ്രധാനമായിട്ടൊരു വിവാഹമാല എന്ന് പറയുക ഒരെണ്ണം മതി. ഈ 2 ആൾരൂപം മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി, അതായത് മോനാണെങ്കിൽ മോൻ്റെ കല്യാണം നടക്കാൻ 2 ആൾരൂപം വെച്ച് പ്രാർത്ഥിച്ച് പ്രധാന ദേവതയ്ക്ക് ഇഷ്ടമുള്ളൊരു നേദ്യം. അവിടെ ദേവിയാണെങ്കിൽ ദേവിക്ക് കടുംപായസം കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ
മാല കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ പ്രധാനമായ ദേവതയ്ക്ക് ഒരു ഉടയാടയും കൂടെ മേടിച്ചു കൊടുക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലുള്ള ദേവത പ്രാർത്ഥന കേട്ട് നമുക്ക് അത് വേണ്ടുള്ള കാര്യങ്ങൾ തരും. നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ദിവസം പോയാൽ മതി, ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഏതെങ്കിലും ദിവസം. പക്ഷേ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ രാവിലത്തെ ഉഷപൂജയ്ക്ക് നട തുറന്നിരിക്കുന്ന സമയമോ അത്താഴ പൂജയ്ക്കോ ദീപാരാധന, അതായത് നട അടയ്ക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാകണം. ആ നട തുറന്ന സമയത്ത് വേണം ഈ ഒരു കാര്യം വെക്കാൻ വേണ്ടി. അച്ഛന്മാർ ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ അമ്മമാർ പോയി ഇത് ചെയ്താൽ മതി. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങളാണ്. കുടുംബക്ഷേത്രം ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. മിക്ക ആൾക്കാരും ഈ കുടുംബക്ഷേത്രം അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ കുടുംബക്ഷേത്രം അറിയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ്റെ കുടുംബക്ഷേത്രം നമുക്കറിയാൻ വയ്യില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ദൂരെ ആണെങ്കിൽ പോകാൻ പറ്റത്തില്ല, പോകുന്ന സമയത്താണെങ്കിലും ചെയ്യാം. അഥവാ കുടുംബക്ഷേത്രം അറിയാത്ത ഭക്തജനങ്ങൾ, നമ്മുടെ വീടിൻ്റെ പ്രധാനമായിട്ടിരിക്കുന്ന ദേവത, ഉദാഹരണത്തിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തരുടെ വീടിൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ അമ്പലമായിരിക്കും തൊട്ടടുത്ത്. അപ്പം ദേശദേവതയാണല്ലോ, ദേശദേവൻ. അപ്പോൾ ആ ദേവൻ്റെ മുന്നിൽ പോയി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ സമർപ്പിക്കാം, അച്ഛൻ്റെ കുടുംബക്ഷേത്രം. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും പരസ്പരം കുടുംബക്കാർ തമ്മിൽ വഴക്കാകുന്നത് കൊണ്ട് ചിലപ്പോൾ ചിറ്റപ്പൻ്റെ വീട്ടിലായിരിക്കാം ഈ കുടുംബക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പോകത്തില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധുക്കൾ, അച്ഛൻ വീട്ടുകാർ, അമ്മ വീട്ടുകാരൊക്കെ വന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ മടിയാണ്. പക്ഷേ അവർ വേറുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ കുടുംബക്ഷേത്രത്തിൽ വരാതെ ബാക്കിയുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ കഴിവതും പോകാൻ നോക്കുക. ഏതെങ്കിലും കാരണം വെച്ചാൽ കുടുംബക്ഷേത്രം അറിയത്തില്ല, കുടുംബക്ഷേത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ദേവതയ്ക്ക് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണ്. ഒരു മാല കൊടുക്കുക, ഒരു ഉടയാട കൊടുക്കുക. ഇപ്പം സുബ്രഹ്മണ്യനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഭഗവാന് ഒരു ഉടയാട, വിവാഹമാല, 2 ആൾരൂപം, അതേപോലെ തന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ട നീതിയും പഞ്ചാമൃതമാണ്. ദേവിക്കാണെങ്കിൽ കടും പായസം, കൃഷ്ണനാണെങ്കിൽ പാൽപ്പായസം, അയ്യപ്പനാണെങ്കിൽ എള്ളു പായസം. അത് നമുക്ക് എന്ത് നേദ്യമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതേപോലെ ചെയ്യുക. ഇത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നട അടഞ്ഞ് ഇരിക്കുന്ന സമയത്ത്, നട തുറന്ന് ഇരിക്കുന്ന സമയം, അതായത് ഉഷപൂജയ്ക്ക് രാവിലെ പലയിടത്ത് പല ടൈമാണ്. 8 മണിക്ക് നട അടച്ച് രാവിലെ ഒരു അരമണിക്കൂറിൽ 15 മിനിറ്റിന് നട തുറക്കുന്ന സമയത്ത് വേണം ഇത് വെക്കാൻ. ഇപ്പോൾ വൈകുന്നേരം പോകാൻ സൗകര്യമുണ്ടെങ്കിൽ ദീപാരാധനയ്ക്ക് ചെയ്യുക, അത്താഴ പൂജയ്ക്ക് ചെയ്യുക. നട അടച്ച് തിരുമേനി കർപ്പൂരാരതി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെയൊക്കെ ചെയ്യുവാണെങ്കിൽ മാല അവർ ചാർത്തും. അത് ഈ പറഞ്ഞ രീതിക്ക് തന്നെ ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം അച്ഛന്മാർ മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഇത് ഒറ്റ തവണ ചെയ്താൽ മതി, ബാക്കിയൊക്കെ വിശ്വാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുക്കനും പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ വിവാഹം നടത്തിക്കോ, അവിടെ ജോൾസിൻ്റെ കാര്യമില്ല. പിന്നെ ഇതൊക്കെ ഉള്ള കാര്യമാണ്, ഇല്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ശരിയായ രീതിയിലുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വിവാഹം നടത്തുക. വീഡിയോയിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ മക്കളുടെ വിവാഹം നടന്നെങ്കിൽ അവരുടെ ഗ്രഹനില എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. ഗ്രഹത്തിനിൽ ഏത് പാപഗ്രഹമാണ് വിവാഹപരമായി തടസ്സം നിൽക്കുന്നത്, ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.